മുഴുപാപത്തിൽ ജീവിക്കുന്ന പലരും മാതാവിനെയും അന്തോനീസിനെയും യൂദയെയും എന്തുകൊണ്ട് ആശ്രയിക്കുന്നു? കത്തോലിക്ക സഭയിലും മറ്റും മുഴുപാപത്തിൽ ജീവിക്കുന്ന പലരും പ്രാർത്ഥിക്കുവാനായിട്ട് ആശ്രയിക്കുന്നത് മറിയത്തെയും മറ്റു പുണ്യാളന്മാരെയുമാണ്. യേശു മധ്യസ്ഥനാണ് എന്ന് ചുരുക്കം പേർക്ക് അറിവ് ലഭിച്ചിട്ടുള്ളൂ. പാപത്തിൽ ജീവിക്കുന്നവർ അവർക്ക് ബോധിച്ച മധ്യസ്ഥന്മാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഴുക്ക് നിറഞ്ഞതായിരിക്കും. എന്നാൽ യേശുക്രിസ്തു ആരാണ്? നിർമ്മലൻ, നീതിമാൻ, പാപികളോട് വേർപ്പെട്ടവൻ. അവിടത്തോട് പറയാൻ പറ്റുന്ന വിശുദ്ധമായ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒരു വിശുദ്ധൻ പറയുകയുള്ളൂ. അവിടുന്ന് നീതിമാനാണ്. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെ അഞ്ചാമത്തെ പ്രത്യേകത, യേശുക്രിസ്തു സദാസമയവും വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്ഷീണിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ യേശുക്രിസ്തു നമുക്ക് അനുകൂലമായി പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നാം സാധാരണയായിട്ട് മറ്റ് വിശ്വാസികളോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥനാ വിഷയങ്ങൾ അവരോട് പറയാറുണ്ട്. അത് വചനപ്രകാരം തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നത് വചനപ്രകാരമാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ മരിച്ചുപോയൊരു വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നതാണ്, മധ്യസ്ഥത തേടുന്നതാണ് വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നത്. ഇനി നാം ഒരു വിശ്വാസിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു, പ്രാർത്ഥനാ വിഷയവും പറയുന്നു. ഒരുപക്ഷെ ആ സഹോദരൻ അല്ലെങ്കിൽ ആ സഹോദരി സമയക്കുറവ് മൂലമോ മറ്റു പല കാര്യങ്ങൾ നിമിത്തമോ ആ പ്രാർത്ഥനാ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർത്തിക്കുവാൻ മറന്നുപോയി എന്ന് വരാം. പക്ഷേ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന മറ്റുള്ളവരൊക്കെ വേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ പറ്റാതെ പരാജയപ്പെടുമ്പോഴും നമുക്ക് വേണ്ടി വിശ്വസ്തയോടെ 24 മണിക്കൂറും മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട് സ്വർഗത്തിൽ, കർത്താവായ യേശുക്രിസ്തു. നമുക്ക് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയും ഇല്ല. പഴയ നിയമത്തിൽ ചില മധ്യസ്ഥന്മാരുണ്ട്, പുതിയ നിയമത്തിൽ ചില മനുഷ്യരായ മധ്യസ്ഥന്മാരുണ്ട്. അവരെ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തോട് തുലന ചെയ്യാൻ പറ്റില്ല. പഴയ നിയമത്തിൽ ഏലിയ, മോശ, ശമൂവേൽ, ദാനിയേൽ, ഇരമ്യാവ് തുടങ്ങി ധാരാളം പ്രവാചകന്മാർ ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം വരാതിരിക്കുവാൻ വേണ്ടി അവർക്ക് അനുകൂലമായി മധ്യസ്ഥത നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ദൈവം അതിന് ഉത്തരം കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ അവരുടെ മധ്യസ്ഥതയെല്ലാം അല്പകാലത്തേക്ക് മാത്രം. അവർ മരിച്ചപ്പോൾ അവരുടെ മധ്യസ്ഥതയും തീർന്നുപോയി. എന്നാൽ യേശുക്രിസ്തു എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അബ്രഹാമും മോശയും ഏലിയാവും മധ്യസ്ഥത നടത്തി. ആ മധ്യസ്ഥതയോട് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെ തുലനം ചെയ്യാൻ പറ്റില്ല. യേശുക്രിസ്തു മധ്യസ്ഥനായിരിക്കുന്നത് പിതാവിൻ്റെ സന്നിധിയിൽ വലതുഭാഗത്താണ്. അവിടെ ഇരുന്ന് മധ്യസ്ഥത വഹിക്കുവാൻ ഒരു മനുഷ്യനും ഒരു പ്രവാചകനും യോഗ്യതയില്ല. മാത്രമല്ല പാപം ചെയ്ത വ്യക്തിയെ പിതാവിൻ്റെ സന്നിധിയിൽ അടുപ്പിക്കുന്ന മധ്യസ്ഥത ഒരുവന് മാത്രം, അത് യേശുക്രിസ്തുവിന്. അതാണ് കാൽവരി കുരിശിൽ നമ്മൾ കണ്ടത്. അബ്രഹാം മരിച്ചതുകൊണ്ടോ മോശ മരിച്ചതുകൊണ്ടോ ഒരു പാപി പോലും ആത്മരക്ഷ പ്രാപിക്കുകയില്ല. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനായ ഏക മധ്യസ്ഥനായ യേശു തന്നെ മരിക്കണം. എങ്കിലേ പാപി പിതാവായ ദൈവത്തോട് അടുക്കുകയുള്ളൂ. യേശുവിൻ്റെ മധ്യസ്ഥത വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. ഇന്ന് ഭൂമിയിൽ വിശ്വാസികളായ നാം തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അത് മധ്യസ്ഥത തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഉന്നതമാണ് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത. റോമാലേഖനം 8:34 POCയിൽ നിന്ന് വായിക്കുന്നു. മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് മോശയല്ല, ഏലിയാവല്ല, മറിയമല്ല, പൗലോസല്ല, പത്രോസല്ല, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു മാത്രം. അത് ഒരുവന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെ 6ാമത്തെ സവിശേഷത, ഏത് വിഷയത്തിന് വേണ്ടിയാണോ യേശുക്രിസ്തു മധ്യസ്ഥത അണയ്ക്കുന്നത് ആ വിഷയത്തിന് നിശ്ചയമായും പിതാവിൻ്റെ പക്കൽ നിന്ന് അനുകൂല മറുപടി ലഭിക്കും. ഒറ്റ വിഷയം പോലും മിസ്സാവുകയില്ല. തെളിവെന്താ? സ്വർഗത്തിൽ
പിതാവായ ദൈവത്തെ യേശുക്രിസ്തുവിന് സ്വാധീനിക്കാൻ കഴിയുന്നത് പോലെ മറ്റാർക്കും സ്വാധീനിക്കാൻ സാധ്യമല്ല. ഏറ്റവും അടുത്ത് വലതു ഭാഗത്ത് തൻ്റെ സ്വന്തം പുത്രൻ പറയുന്ന ആവശ്യങ്ങൾ പിതാവ് തിരസ്കരിക്കുകയില്ല. പിതാവിൻ്റെ മടിയിൽ ഒരിക്കൽ യേശു വിശ്രമിച്ചിരുന്നു. അവിടെ നിന്ന് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും പിതാവ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ യേശു ക്രിസ്തു മനുഷ്യനായി വന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തിയ എല്ലാ മധ്യസ്ഥത വിഷയങ്ങളും പിതാവ് കേട്ടു, ഉത്തരം കൊടുത്തു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ വെച്ച് യേശു പ്രാർത്ഥിക്കുകയാണ്, ലാസറിനെ ഉയർപ്പിക്കണം പിതാവേ. ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന എപ്പോഴും പിതാവ് കേട്ടതുപോലെ സ്വർഗത്തിലായാലും എപ്പോഴും കേൾക്കും. യോഹന്നാൻ 11-ാം അധ്യായം 41 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങൾ. അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. ഭൂമിയിൽ പുത്രൻ പ്രാർത്ഥിച്ച എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടി. അതുപോലെ സ്വർഗത്തിലും പിതാവിനോട് നടത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും യേശുക്രിസ്തു നടത്തുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം പിതാവ് മറുപടി കൊടുക്കും. യേശുക്രിസ്തു തൻ്റെ ഒരു ആവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിന് മാത്രമാണ് ഉത്തരം കിട്ടാതിരുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടി ഭൂമിയിൽ വെച്ച്. യേശുക്രിസ്തു ഏത് സമയത്തും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനെ തെറ്റായ അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. ഒരിക്കൽ ഒരു സഹോദരൻ, വിശ്വാസിയായ സഹോദരൻ, അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ വലിയ മടിയാണ്. പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങും, വലിയ അലസതയാണ്. അദ്ദേഹത്തോട്, സഹോദര, എന്താണ് നീ പ്രാർത്ഥിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി 24 മണിക്കൂറും കർത്താവായ യേശുക്രിസ്തു ഉണർന്നിരുന്ന് മധ്യസ്ഥത നടത്തുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്നതിനെ ന്യായീകരിച്ച ആ സഹോദരൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി വലിയ പിന്മാറ്റക്കാരനായി. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു മധ്യസ്ഥത നടത്തുന്നത് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ജാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കാരണം സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്, സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ കടന്നു ചെന്ന് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത മൂലമാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മോട് പറയുന്നു. യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും പറയുവാനും പിതാവിൻ്റെ സന്നിധിയിൽ ധൈര്യപൂർവ്വം പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കുന്നത് പുത്രൻ്റെ മധ്യസ്ഥത മൂലമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു മധ്യസ്ഥത അണയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മളും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. അതിൻ്റെ തെളിവാണ്.